ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. ഇതൊരു നൈറ്റ് സ്കിൻ കെയർ പാളിപ്പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഡേ 1, ഡേ 3, ഡേ 5, ഡേ 7 അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡേ 1 ആണ്. ഞാൻ നൈറ്റ് സ്കിൻ കെയർ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ 1 ഞാൻ കോജിക് ആസിഡാണ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എനിക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. പിന്നെ ലിപ്പിന് ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു കെയർ, ഇതൊക്കെയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കോജിക് ആസിഡ് അപ്ലൈ ചെയ്യാൻ കേട്ടോ. എനിക്ക് ആദ്യത്തെ ദിവസം ഞാൻ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. എന്തെങ്കിലും അപ്ലൈ ചെയ്തതായിട്ടൊന്നും ഫേസിലൊരു ഫീലിങ്ങും ഇല്ല. വേറെ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല. സ്റ്റിക്കി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ നയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ ഒരു ഓയിലി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കപ്പം ഒന്നും തന്നെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് മേ ബി എൻ്റെ സ്കിന്നുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കോജിക് ആസിഡ്. ഡാർക്ക് സർക്കിൾസ് പോകാൻ ദേക്കയുടെ അണ്ടർ ഐ ക്രീമും പിന്നെ ലിപ് ബാമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ദേക്കയുടെ ബീട്രൂട്ട് ലിപ് ബാമുമാണ്. അപ്പോൾ ഡേ 1 കഴിഞ്ഞു കേട്ടോ. അടുത്ത ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കോജിക് ആസിഡ് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അണ്ടർ ഐ ക്രീം ദേക തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്ത് തന്നെ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വാവയെ ഉറക്കിയിട്ടാണ് കേട്ടോ. കാരണം വാവ ഉണർന്നിരിക്കുകയാണെങ്കിൽ മുഖത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ വാവയുടെ ഫേസ് എൻ്റെ ഫേസുമായിട്ട് ഇങ്ങനെ ടച്ചിൽ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതല്ലാത്തത് കൊണ്ട് എപ്പോഴും അവളെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ അതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങുകയാണല്ലോ. പിന്നെ അവളെ കഴിക്കുമ്പോൾ ഫീഡ് ചെയ്യുന്ന മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഡേ 3 കഴിഞ്ഞു. അടുത്ത ഡേ 5 ആണ് കേട്ടോ. ഡേ 5 എൻ്റെ നെറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. ചെറിയ ചെറിയ പിമ്പിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കരുതിയത് ഇതുവരെ സ്കിൻ കെയർ ഒന്നും എടുക്കാത്തത് കൊണ്ട് വരുന്നതാണെന്നാണ്. ഡാർക്ക് സർക്കിൾസ് ഒക്കെ നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഉറക്കം തീരെ കുറവാണ്. വാവയുടെ ഷെഡ്യൂളിനനുസരിച്ചായിരിക്കുമല്ലോ എൻ്റെ ഉറക്കം വരുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ സ്ലീപ്പ് ഒരു 8 hours ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പം ഒരു ഡെയിലി ബേസിൽ അണ്ടർ ഐ ക്രീം ഇട്ടാൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് ഞാൻ ലിപ് ബാമും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ ഡേ 5 കഴിഞ്ഞു. ഹായ് യാൾ. അപ്പോൾ ഇന്ന് എൻ്റെ നൈറ്റ് സ്കിൻ കെയറിൻ്റെ 7th ഡേ ആണ് കേട്ടോ. 6 days ആയിട്ട് ഞാൻ 2% കോജിക് ആസിഡിൻ്റെ ഫേസ് സെറമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അണ്ടർ ഐ ക്രീം, ലിപ് ബാം, ഇതൊക്കെയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എനിക്കിത് പിമ്പിൾസ് വന്നു തുടങ്ങി. ആദ്യം ഇവിടെ ചെറുതായിട്ടൊന്ന് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ സൈഡിൽ വരുന്നതൊക്കെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ സ്കിന്നിന് കോജിക് ആസിഡ് സ്യൂട്ട് ആവുന്നില്ല. നയാസിനമൈഡ് അപ്ലൈ ചെയ്തിരുന്ന സമയത്തും എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിമ്പിൾസ് വന്നു. അപ്പം ഞാൻ കോജിക് ആസിഡ് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം ഇനി അത് യൂസ് ചെയ്താൽ നല്ല പണി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇത് പറയാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അങ്ങനെ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അടുത്തത് അണ്ടർ ഐ ക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഫസ്റ്റ് ഡേക്കാട്ടിലും ഇപ്പം എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് അണ്ടർ ഐ ക്രീമിൽ. ഇപ്പോൾ ഒരു ഷെയ്ഡുള്ളത് ഞാൻ കുറച്ച് കൺമഷ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഷെയ്ഡാണ് സുഡിയുടെ കാജലാണ് എഴുതിയത്. അപ്പോൾ അതിൻ്റേതായിട്ട് അത് നന്നായിട്ട് പോകാൻ പാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. അപ്പോൾ അല്ലാതെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും എനിക്ക് ഡാർക്ക് സർക്കിൾസൊക്കെ ഇച്ചിരി റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ലിപ്പ് ഓൾവേസ് നമ്മളിപ്പം ലിപ് ബാം പറ്റുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു മോയ്സ്ചറൈസ് ആയിട്ട് എനിക്കങ്ങനെ ഒരു പിഗ്മെൻറ്റേഷൻ ഒന്നും ലിപ്പിന് വളരെ അധികം ദൈവം സഹായിച്ചുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് എന്നും ലിപ് ബാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു 2-3 days നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഓരോ പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതാണോ അല്ലേ എന്നുള്ളത്. അപ്പം ഒന്ന് ജസ്റ്റ് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻസ് വരുന്നെങ്കിൽ സഡനായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക. എനിക്ക് ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ഇനി അത് ചിലപ്പം സ്കിന്നുമായിട്ട് ബ്ലെൻഡായി കുറച്ച് സമയം ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും. ഓക്കെ ആയില്ലെങ്കിൽ ചിലപ്പോൾ സിറ്റുവേഷൻ ഇതിലും വേഴ്സ്. അതുകൊണ്ട് കോജിക് ആസിഡ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ പാളിപ്പോയ വീഡിയോ ആണിത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മീ ഇന്ദു സൈനിങ് ഔട്ട്. ബൈ.